ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എല്ലാത്തിനും അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരണമെന്നും ഇനിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടാവുകയാണെങ്കിൽ ഞങ്ങളായി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാമെന്നും അവന്തിക സേതുവിനോട് പറയുന്നു. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. അർച്ചനയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. തുടർന്ന് അർച്ചന ചോദിക്കുകയാണ്, അനഘ എപ്പോൾ വന്നു? ഇത് കേൾക്കുന്ന അനഘ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറാൻ പോകുമ്പോൾ അർച്ചന പറയുകയാണ്, അനഘ അവിടെ നിന്നെ കാണാതെ ഇവിടെ എല്ലാവരും എന്തുമാത്രം തീ തിന്നെന്ന് നിനക്കറിയാമോ? ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, മക്കളെ, നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. സന്ദീപ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ഞാനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇപ്പോതാ അനഘ തിരിച്ചു വന്നു. നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. എന്റെ മകൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ സന്ദീപിന്റെ പേരിൽ ഒരു മിസ്സിംഗ് കേസ് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സേതു പുറത്തേക്ക് ഇറങ്ങാൻ നേരം സച്ചി പറയുകയാണ്, ഇനി അതൊന്നും വേണ്ടച്ച. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എവിടെയാണെന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അത് പിന്നെ അച്ഛ. അങ്ങനെ സച്ചി പറയാൻ തുടങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, അച്ഛ, ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു ഓഫീസിന്റെ കാര്യത്തിനായിട്ട് ഒരു ബാംഗ്ലൂർ ട്രിപ്പിന്റെ കാര്യം. അവൻ അവന്റെ കൂട്ടുകാരുമായിട്ട് അങ്ങോട്ടേക്ക് പോയതാ. ഇങ്ങോട്ടേക്ക് വിളിച്ചു പറയാമെന്ന് കരുതിയപ്പോഴേക്കും അവന് അവിടെ വെച്ചൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. ഇത്രയും ദിവസം അവൻ ഏതോ ഹോസ്പിറ്റലിലായിരുന്നു. ആക്സിഡന്റിന്റെ ഇടയ്ക്ക് അവന്റെ ഫോണും നഷ്ടപ്പെട്ടു. നാളെ അവൻ ഡിസ്ചാർജ് ആകും. എന്നിട്ട് നാളെ എത്താമെന്നാ പറഞ്ഞത്. തുടർന്ന് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സേതു വിഷമത്തോടെ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അച്ഛന് ടെൻഷൻ ആകണ്ടെന്ന് കരുതിയാ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞത്. അവൻ നാളെ തന്നെ എത്തുമെന്നാ പറഞ്ഞത്. നാളെ ഈ സമയത്ത് സന്ദീപ് ഇവിടെ ഉണ്ടാകുമച്ചാ. മക്കളെ, നിങ്ങൾ ചുമ്മാ കളിപ്പിക്കാൻ പറയുന്നതല്ലല്ലോ എന്ന് സേതു ചോദിക്കുമ്പോൾ അല്ലെന്നും ഞങ്ങൾ പറയുന്നത് സത്യമാണെന്നും സച്ചിയും അർച്ചനയും പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, അപ്പോൾ ഇവരവനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാ. അതാ നാളെ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നത്. അതേസമയം സേതു ആകെ തകർന്ന് താഴേക്ക് വീഴാനൊരുങ്ങുമ്പോൾ സച്ചിയും സ്നേഹയും ചേർന്ന് സേതുവിനെ താങ്ങി നിർത്തുകയാണ്. അച്ഛ, എന്താണെങ്കിലും ഏട്ടനും ഏട്ടത്തിയും അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഓരോ കള്ളം പറയില്ലെന്ന് എനിക്കും ഉറപ്പുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് സേതുവിനെയും കൊണ്ട് സച്ചിയും സ്നേഹയും കൂടി മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം അർച്ചന ദേഷ്യത്തോടെ അവന്തികയും അനഘയും നോക്കുമ്പോൾ അവരും മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും. അനൂപേട്ടനോട് ഇതിന് പിന്നിൽ അജയനാണെന്ന് പറയണമായിരുന്നെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നമ്മളത് പറയാതിരുന്നതാ നന്നായത്. ഇല്ലെങ്കിൽ അവർ പറഞ്ഞേനെ നമ്മൾ സന്ദീപിനെയും ആദ്യയും കൂടി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണെന്ന്. അത് താൻ പറഞ്ഞത് ശരി തന്നെയാണെന്ന് സച്ചി പറയുന്നു. പിന്നെ സന്ദീപിന് മാറാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് അർച്ചന പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് സച്ചി. അതേസമയം ഡോക്ടർ അബ്ദുൽ ഖാദർ അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അവന്തികയാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയരുതെന്ന് ഡോക്ടർ അർച്ചനയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി സന്ദീപിനുള്ള ഡ്രസ്സുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സേതു ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടേക്കാ? അത് പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിൽക്കാനാണെന്ന് അർച്ചന പറയുന്നു. എന്തു പറ്റിയെന്ന് സേതു ചോദിക്കുമ്പോൾ ആതിരയുടെ വിവാഹം മുടങ്ങിയ കാര്യമെല്ലാം സച്ചി പറയുകയാണ്. അവിടെ അങ്ങനെ ഇവിടെയും എന്തൊക്കെയോ നടന്നു. അനഘ ടൂറ് പോയിരിക്കുന്നു, എൻ്റെ മോനെ കാണാതെ പോയിരിക്കുന്നു. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല. സ്വന്തം ആൾക്കാരിൽ നിന്ന് തന്നെയാ ചതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇന്നെനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ അനഘയെ തല്ലേണ്ടി വന്നെന്നും സേതു പറയുന്നു. അടി കൊണ്ടത് അവൾക്കാണെങ്കിലും വേദനിച്ചത് എനിക്കാണ്. വേറെ എന്തും ഞാൻ സഹിക്കും, വിശ്വാസവഞ്ചന ഒഴിച്ച് വേറെ എന്തും. അതുകൊണ്ടാണ് അനഘയും സന്ദീപും കൂടി പോയതാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചത്. കൂടാതെ സന്ദീപ് നാളെ മടങ്ങി വരുമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴും വിശ്വസിച്ചത്. ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാ. സന്ദീപ് നാളെ എന്താണെങ്കിലും തിരിച്ചു വരും. തുടർന്ന് അർച്ചന പറയുകയാണ്, അച്ഛൻ, ഞാൻ ഉൾപ്പെടെ ആരെയും വിശ്വസിക്കരുത്. 99% അച്ഛനെ വിശ്വസിക്കാം. 1% സംശയത്തിനായി മാറ്റിവെക്കണം. എങ്കിലേ അവസാനം നമ്മൾ തകരാതിരിക്കുള്ളൂ. തുടർന്ന് സച്ചി പറയുകയാണ്, അച്ഛനോട് എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. സന്ദീപ് തിരികെ വരുമ്പോൾ സന്ദീപിന്റെയും അനഘയുടെ വിവാഹകാര്യം അവനോട് പറയരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സച്ചിയും അർച്ചനയും അവിടെ നിന്നിറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തിക അജയനെ വിളിക്കുന്നതാണ്. നീ എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നെന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ എനിക്ക് മേഡത്തിനെ അത്യാവശ്യമായി കാണണമെന്ന് അജയൻ പറയുന്നു. എന്നാലേ എനിക്കിപ്പോ എന്നെ ഓർത്ത് തന്നെ നാണക്കേടാ. ഞാൻ എന്താണെങ്കിലും നിന്നെ കാണാൻ വരില്ലെന്ന് അവന്തിക പറയുമ്പോൾ അജയൻ പറയുകയാണ്, എനിക്ക് മേഡത്തിനെ അത്യാവശ്യമായി തന്നെ കാണണം. എന്തിനാ, അർച്ചനയുടെ മിടുക്ക് പറയാനാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അല്ലെന്നും അത്യാവശ്യമാണെന്നും അജയൻ പറയുന്നു. സ്ഥലമെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അജയൻ കോള് കട്ട് ചെയ്യുമ്പോൾ വരാമെന്ന് അവന്തിക സമ്മതിക്കുന്നു. തുടർന്ന് അബ്ദുൽ ഖാദർ അജയന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് ചോദിക്കുകയാണ്, എന്ത് പറഞ്ഞു നിന്റെ മേഡം? വരാമെന്ന് പറഞ്ഞോ? അതെ, വരാമെന്ന് പറഞ്ഞെന്ന് അജയൻ പറയുമ്പോൾ അബ്ദുൽ ഖാദർ പറയുകയാണ്, അതെ, എനിക്ക് നിന്റെ മേഡത്തിനോട് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. വരട്ടെ.
നീ അവന്തികയോടൊപ്പം കൂടിയപ്പോൾ തൊട്ടേ നിന്റെ നാശം തുടങ്ങിയതാ അജയ എന്ന് അബ്ദുൽ ഖാദർ പറയുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അജയൻ അവന്തികയ്ക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും അവന്തിക അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. "എടാ, നിനക്ക് എന്നെ കാണാൻ ഇത്ര അത്യാവശ്യം എന്താണെന്ന് അവന്തിക ചോദിക്കുമ്പോൾ കാണാൻ അത്യാവശ്യം എനിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഖാദർ അങ്ങോട്ടേക്ക് വരുന്നു. ഡോക്ടറിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ഇവനെ കൊണ്ട് വിളിപ്പിച്ചത് ഞാനാണെന്ന് ഡോക്ടർ പറയുമ്പോൾ എന്തിനെന്ന് അവന്തിക ചോദിക്കുന്നു. അത് പിന്നെ ഇവന്റെ മുഖത്തുള്ള പാടൊക്കെ ഞാൻ സമ്മാനം കൊടുത്തതാ. ഇവനെ ഇവിടെ ഇട്ടിട്ട് പോകാനാ എന്നോട് അർച്ചന പറഞ്ഞത്. പക്ഷേ അവന്തികയെ കാണാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. സന്ധ്യയ്ക്ക് പോലും ഇതറിയില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടുന്നത്? ഇത് കേൾക്കുന്ന ഡോക്ടർ ചോദിക്കുകയാണ്, ഇതെല്ലാം നിങ്ങളുടെ കുടുംബകാര്യമാണെങ്കിൽ നീ എന്തിനാ എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയത്? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോണം. നിങ്ങളുടെ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ലെന്ന് അവന്തിക പറയുമ്പോൾ അജയൻ പറയുകയാണ്, അവനൊരു ചെറിയ അസുഖം, ആ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അവന്തിക പരിഭ്രമത്തോടെ ഡോക്ടറെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.